മലബാർ കോൺഗ്രസ് കോൺഗ്രസുമായിട്ടുള്ള വിഷയമാണ് നമുക്കിവിടെ പരാമർശിക്കാനായിട്ട് പോകുന്നത്. ക്ലാസ്സിലേക്ക് കിടക്കാം. എൻ്റെ പേര് ലിജിൻ. 1903 എവിടെ വെച്ചാണ് കോൺഗ്രസ് രാഷ്ട്രീയ സമ്മേളനം നടന്നത്? കോഴിക്കോട്. 1903 കോഴിക്കോട് വെച്ച് നടന്ന കോൺഗ്രസിന്റെ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? സി വിജയരാഘവൻ ആചാരി. INCയുടെ ഏത് സമ്മേളനത്തിൽ ആയിരുന്നു അധ്യക്ഷത വഹിച്ചത്? 1920 നാഗ്പൂർ സമ്മേളനത്തിൽ. മലബാർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി MDCC രൂപീകൃതമായത് എന്നാണ്? 1908. MDCCക്ക് ആകെ എത്ര സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്? 5 സമ്മേളനങ്ങളാണ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആയിട്ട് നടന്നിട്ടുള്ളത്. MDCCയുടെ ഒന്നാം സമ്മേളനം 1916 നടന്നത് പാലക്കാട് വെച്ചാണ്. മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ രണ്ടാം സമ്മേളനം നടന്നത് 1917 കോഴിക്കോട് വെച്ചാണ്. മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ മൂന്നാമത്തെ സമ്മേളനം നടന്നത് 1918 തലശ്ശേരിയിൽ വെച്ചു. അതുപോലെ തന്നെ നാലാം സമ്മേളനം 1919 വടകരയിൽ വെച്ചു. അഞ്ചാമത്തെ സമ്മേളനം 1920 മഞ്ചേരിയിൽ വെച്ചുമാണ് നടന്നിട്ടുള്ളത്. അങ്ങനെ 5 സമ്മേളനങ്ങളാണ് മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ളത്. 1916 മലബാർ ഡിസ്ട്രിക്ട് കമ്മിറ്റി പാലക്കാട് സമ്മേളനത്തിൽ അധ്യക്ഷനായ വ്യക്തിയായിരുന്നു ആനി ബസന്റ്. ഹോം റൂൾ മൂവ്മെന്റിന്റെ ഉപജ്ഞാതാവാണ് ആനി ബസന്റ്. 1916 ഹോം റൂൾ ലീഗ് ഒരു ബ്രാഞ്ച് എവിടെയാണ് ആരംഭിച്ചത്? മലബാറിൽ. 1916 പാലക്കാട് സമ്മേളനത്തിൽ ഇന്ത്യക്ക് സ്വയംഭരണം വേണമെന്ന് ഒരു പ്രമേയം അവതരിപ്പിച്ചത് ആരായിരുന്നു? KP കേശവ മേനോൻ. കേരളത്തിലെ സൂൺ സ്പ്ലിറ്റ് എന്നറിയപ്പെടുന്ന സമ്മേളനം 1920 മഞ്ചേരി സമ്മേളനമാണ്. 1920 മലബാർ ഡിസ്ട്രിക്ട് കോൺഗ്രസ് കമ്മിറ്റിയുടെ മഞ്ചേരി സമ്മേളനത്തിൽ പ്രതിവാദങ്ങൾ ഉണ്ടായിട്ടുള്ള കാരണമാണ് ഭൂപരിഷ്കരണ നിയമങ്ങളെക്കുറിച്ച് അവതരിപ്പിച്ച പ്രമേയത്തെ തുടർന്നാണ്. 1920 മഞ്ചേരി സമ്മേളനം കേരളത്തിലെ സൂൺ സ്പ്ലിറ്റ് എന്ന് അറിയപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആനി ബസന്റും മറ്റു ചില കോൺഗ്രസ് നേതാക്കളും സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഭാഷാടിസ്ഥാനത്തിൽ കോൺഗ്രസ് കമ്മിറ്റികൾ വേണമെന്ന് ആശയം അവതരിപ്പിച്ചത് INCയുടെ ഏത് സമ്മേളനത്തിലാണ്? 1920 നാഗ്പൂർ സമ്മേളനം. നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ചത് ഏത് സമ്മേളനത്തിലാണ്? 1920 നാഗ്പൂർ സമ്മേളനത്തിലാണ്. INCയുടെ 1920 സമ്മേളനത്തിലാണ് നിസ്സഹകരണ പ്രസ്ഥാനം അംഗീകരിച്ചത്. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി KPCC രൂപീകരിച്ച വർഷമാണ് 1921. KPCCയുടെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ്? ഒറ്റപ്പാലം, പാലക്കാട്. KPCCയുടെ ആദ്യ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് T പ്രകാശൻ. ആന്ധ്ര കേസരി എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. KPCCയുടെ ആദ്യ സെക്രട്ടറി K മാധവൻ നായർ. പിന്നീട് അദ്ദേഹം ആദ്യ പ്രസിഡന്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. KPCCയുടെ ആദ്യ പ്രസിഡന്റായിട്ടും സേവനമനുഷ്ഠിച്ചത് നമ്മളെ K മാധവൻ നായരായിരുന്നു. ഒന്നാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം എന്നറിയപ്പെടുന്ന സമ്മേളനമാണ് KPCCയുടെ ഒറ്റപ്പേരെല്ലാം സമ്മേളനം. പാലക്കാടത്തെ ഒറ്റപ്പാലത്ത് വെച്ചാണ് KPCCയുടെ ഒന്നാമത്തെ സമ്മേളനം നടന്നത്. 1923 KPCCയുടെ രണ്ടാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? സരോജിനി നായിഡു. ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ് സരോജിനി നായിഡു. 1922 നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു. 1928 നാലാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ പ്രാധാന്യം എന്തായിരുന്നു എന്ന് വെച്ചാൽ കേരള കോൺഗ്രസുകാർ പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം പ്രമേയം രൂപത്തിൽ അവതരിപ്പിച്ചു. ഈ പ്രമേയം പാസ്സാകുകയും ചെയ്തു. അതായത് 1928 കേരളത്തിലെ കോൺഗ്രസ്സുകാർ ഇന്ത്യക്ക് പൂർണ്ണ സ്വരാജ് വേണമെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം അവതരിപ്പിച്ചു. അത് അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ദേശീയ തലത്തിൽ പൂർണ്ണ സ്വരാജ് എന്ന ആവശ്യം ഉന്നയിക്കപ്പെട്ടത് എന്നായിരുന്നു? 1929
INC-യുടെ ലാഹോർ സമ്മേളനത്തിലാണ്. കേരളം എന്ന സംസ്ഥാനം വേണമെന്ന് ആവശ്യം ഉന്നയിക്കപ്പെട്ട സമ്മേളനമാണ് 1922 4ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനം. KPCC-യുടെ 1928 4ാമത് സമ്മേളനത്തിലാണ് കേരളം എന്ന സംസ്ഥാനം വേണമെന്ന് ആവശ്യം ഉന്നയിക്കപ്പെടുന്നത്. 1931 വടകരയിൽ വെച്ച് നടന്ന 5ാമത് അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? JM സെൻഗുപ്ത. 1931 വടകര സമ്മേളനത്തിന് പ്രാധാന്യം എന്തായിരുന്നു? ക്ഷേത്രപ്രവേശനത്തിനായിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കപ്പെട്ടു. ഗുരുവായൂർ സത്യാഗ്രഹത്തിന് വഴിമരുന്നിട്ട കോൺഗ്രസ് സമ്മേളനമായിരുന്നു 1931 വടകര സമ്മേളനം. 1923 മാതൃഭൂമി പത്രം ആരംഭിച്ചത് ആരാണ്? KP കേശവൻ മേനോൻ. കേരളത്തിലെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് KP കേശവ മേനോൻ. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ് കഴിഞ്ഞകാലം. യാത്രാ വിവരണ പുസ്തകമാണ് ബില്ലാത്തി വിശേഷം. അദ്ദേഹത്തിന്റെ മറ്റ് കൃതികളാണ്, KP കേശവ മേനോന്റെ കൃതികളാണ് നവഭാരത ശില്പികൾ, നാം മുന്നോട്ട്, യേശുദേവൻ. 1924 അമീൻ പത്രം ആരംഭിച്ചത് ആരാണ്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. കേരളത്തിലെ സുഭാഷ് ചന്ദ്രബോസ് എന്നറിയപ്പെടുന്നത് ആരാണ്? കോഴിക്കോട് മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ. താങ്ക് യു.